എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പുതിയ വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ അശ്വതി മുതൽ ആയില്യം വരെയുള്ള 9 നക്ഷത്രക്കാരുടെ ധനുമാസത്തിലെ, അതായത് 16/12/2024 മുതൽ 13/1/2025 വരെയുള്ള സമ്പൂർണ്ണ ഗൃഹചാര ഫലത്തെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. 15/12/2024 ഞായറാഴ്ച രാത്രി 10:11 സൂര്യൻ അതിൻ്റെ ബന്ധുക്ഷേത്രമായ വൃശ്ചികൻ രാശിയിൽ നിന്നും മറ്റൊരു ബന്ധുക്ഷേത്രമായ ധനുരാശിയിലേക്ക് രാശിസംക്രമണം നടത്തുകയാണ്. ഈ ധനുമാസത്തിൽ തന്നെ ഇംഗ്ലീഷ് പുതുവർഷമായ 2025 തുടങ്ങുന്നു. ധനുമാസത്തിൽ സൂര്യനെ കൂടാതെ മറ്റ് 2 ഗ്രഹങ്ങൾ കൂടി രാശിപരിവർത്തനം നടത്തുന്നുണ്ട്. അതായത് 28/12/2024 ശനിയാഴ്ച രാത്രി 11:36 ശുക്രൻ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും, 4/1/2025 ശനിയാഴ്ച പകൽ 12:01 ബുധൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്കും രാശിപരിവർത്തനം നടത്തുന്നുണ്ട്. ഇനി അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ ധനുമാസത്തിലെ സമ്പൂർണ്ണ ഗ്രഹചാര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം എന്നീ മേടക്കൂറിൽ വരുന്ന 2.25 നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവെ നല്ല മാസമാണ്. ധനുമാസത്തിൽ ഇവർക്ക് വ്യാഴം, ശനി, കേതു എന്നീ ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിലും, ബുധൻ 3/1/2025 വരെ ഇഷ്ടഭാവത്തിലും അതിനുശേഷം അനിഷ്ടഭാവത്തിലും, ശുക്രൻ 27/12/2024 വരെ അനിഷ്ടഭാവത്തിലും അതിനുശേഷം ഇഷ്ടഭാവത്തിലും, ചൊവ്വയും സൂര്യനും രാഹുവും അനിഷ്ടഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. അതിനാൽ ധനുമാസത്തിൽ അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് കൂടുതലും നല്ല ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത്. ഇവർക്ക് ധനുമാസത്തിൽ ധനാഗമ മാർഗം മെച്ചപ്പെടുന്നതിനും മറ്റുള്ളവരിൽ നിന്നും സഹായധനങ്ങൾ കിട്ടുന്നതിനും, സൽകീർത്തിക്കും, വിദ്യ അഭ്യസിക്കുന്നവർക്ക് അതിൽ കൂടുതൽ മികവുണ്ടാകുന്നതിനും, സുഖഭക്ഷണത്തിനും, മനസ്സന്തോഷത്തിനും, ഭാഗ്യാഭിവൃദ്ധിക്കും, രോഗശമനത്തിനും, വിനോദ സഞ്ചാരത്തിനും, തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതിനും, ശത്രുനാശത്തിനും, സ്ത്രീ സുഖത്തിനും, പ്രതാപശക്തിക്കും, കൃഷിഗുണത്തിനും, ധാന്യലാഭത്തിനും, സന്താനസുഖത്തിനും, കാര്യജയത്തിനും, ധൈര്യവർദ്ധനവിനും, പാത്രങ്ങൾ മുതലായവ കിട്ടുന്നതിനും, ബന്ധുഗുണത്തിനും സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ ഗുണഫലങ്ങളോടൊപ്പം ഇവർക്ക് രക്തദൂഷ്യം മൂലമുള്ള രോഗങ്ങൾക്കോ ഉദരരോഗങ്ങൾക്കോ സാധ്യതയും, സ്ത്രീകളുമായുള്ള കലഹങ്ങൾക്കും ചിലപ്പോൾ ധനനഷ്ടം ഉണ്ടാകുന്നതിനും ഉഷ്ണാധിക്യത്തിനും സാധ്യതയുള്ളതിനാൽ കുറച്ച് ജാഗ്രത പുലർത്തുക. ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്നവർ മഹാദേവൻ, സർപ്പങ്ങൾ എന്നിവരെ പ്രീതിപ്പെടുന്ന പൂജാതി കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമതായി കാർത്തിക നക്ഷത്രം 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിര നക്ഷത്രം 1, 2 പാദങ്ങൾ എന്നീ ഇടവക്കൂറിൽപ്പെടുന്ന 2.25 നക്ഷത്രക്കാർക്ക് ധനുമാസം അത്ര നല്ല സമയമല്ല. ഇവർക്ക് ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാലും കർമ്മഭാവത്തിലെ കണ്ടകശനി സമയമായതിനാലും സൂര്യൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിനാലും കേതു സന്താനഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാലും ബുധൻ 3/1/2025 വരെ അനിഷ്ടഭാവത്തിലും ശുക്രൻ 27/12/2024 ശേഷം അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാലും കുറച്ച് ജാഗ്രത പുലർത്തേണ്ട മാസമാണിത്. ഇവർക്ക് ഈ മാസം സ്ഥാനഭ്രംശം സംഭവിക്കുന്നതിനും ധനനഷ്ടത്തിനും സ്വജനങ്ങളുമായി കലഹം ഉണ്ടാകുന്നതിനും മനോജഡതയ്ക്കും കർമ്മവിഘ്നങ്ങൾ നേരിടുന്നതിനും അതേ തുടർന്നുള്ള കഷ്ടാനുഭവങ്ങൾക്കും ഒരു കാര്യത്തിലും ഒരു ഉയർച്ചയുണ്ടാകാതിരിക്കുന്നതിനും രോഗദുരിതങ്ങൾക്കും സന്താനങ്ങളെ കൊണ്ടുള്ള ക്ലേശങ്ങൾക്കും ചിലപ്പോൾ നിയമ നടപടികൾ നേരിടുന്നതിനും ശത്രുഭയത്തിനും അലസതയ്ക്കും കളത്ര സുഖഹാനിക്കും സാധ്യതയുള്ള സമയമാണ്. എന്നാൽ ഇവർക്ക് ഈ മാസം രാഹു ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാലും 27/12/2024 ശുക്രനും 4/1/2025 മുതൽ ബുധനും ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ തോതിൽ ധനധാന്യ ലാഭത്തിനും കുടുംബസുഖത്തിനും
ധർമ്മചിന്തകൾക്കും സന്താനങ്ങളിൽ നിന്ന് ചെറിയ തോതിൽ ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്നതിനും സാധ്യതയുള്ള മാസമാണ്. ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരുന്നവർ മഹാദേവൻ, മഹാവിഷ്ണു, ശാസ്താവ് എന്നിവരെ പ്രീതിപ്പെടുത്തുന്ന പൂജാധികാരങ്ങൾ ചെയ്തും നവഗ്രഹ കീർത്തനങ്ങൾ ഭക്തിയോടെ ജപിച്ചും ദോഷശാന്തി വരുത്താവുന്നതാണ്. മൂന്നാമതായി മകയിരം 3-4 പാദങ്ങൾ, തിരുവാതിര, പുണർദം നക്ഷത്രം 1, 2, 3 പാദങ്ങൾ എന്നീ മിഥുനക്കൂറിൽ ജനിച്ചവർക്കും ധനുമാസം അത്ര നല്ല സമയമല്ല. ഇവർക്ക് സൂര്യൻ, വ്യാഴം, ശനി, ചൊവ്വ, രാഹു, കേതു എന്നിവർ അനിഷ്ടഭാവത്തിലും ബുധൻ 3-1-2025 വരെ ഇഷ്ടഭാവത്തിലും അതിനുശേഷം അനിഷ്ടഭാവത്തിലും ശുക്രൻ ഇഷ്ടഭാവത്തിലുമാണ് ധനുമാസത്തിൽ സഞ്ചരിക്കുന്നത്. അതിനാൽ ഇവർക്ക് ദൂരസഞ്ചാരത്തിനും ധനനഷ്ടം നേരിടുന്നതിനും ദുഃഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും തൊഴിൽ തടസ്സങ്ങൾ നേരിടുന്നതിനും ശത്രുവർദ്ധനവിനും രോഗദുരിതങ്ങൾക്കും ഉദരപീഡകൾക്കും അലസതാ മനോഭാവത്തിനും ദുഷ്ടജന സംസർഗത്തിനും കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾക്കും സാധ്യതയുള്ള സമയമായതിനാൽ കുറച്ച് ജാഗ്രത പുലർത്തണം. മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾക്കൊപ്പം ഇവർക്ക് കുറച്ച് നല്ല ഫലങ്ങൾ കൂടി അനുഭവത്തിൽ വരും. ഇടയ്ക്കിടയ്ക്ക് ധനധാന്യ ലാഭത്തിനും സൗഭാഗ്യമുണ്ടാകുന്നതിനും ചെയ്യുന്ന പ്രവൃത്തികൾ കുറേയൊക്കെ വിജയത്തിൽ എത്തിക്കുന്നതിനും സ്ഥാനലാഭത്തിനും ഗൃഹലാഭം ഉണ്ടാകുന്നതിനും സ്ത്രീസുഖത്തിനും കുടുംബസുഖത്തിനും ധാർമ്മികമായ പ്രവൃത്തികൾ ചെയ്യുന്നതിനും സാധ്യതയുള്ള മാസമാണിത്. ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരുന്നവർ മഹാദേവൻ, മഹാവിഷ്ണു, സുബ്രഹ്മണ്യൻ എന്നിവരെ പ്രീതിപ്പെടുത്തുന്ന പൂജാധികാര്യങ്ങൾ ചെയ്തും നവഗ്രഹ കീർത്തനങ്ങൾ ജപിച്ചും ദോഷശാന്തി വരുത്താവുന്നതാണ്. നാലാമതായി പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദമായ 4-ാം പാദം, പൂയം, ആയില്യം എന്നീ കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് സൂര്യൻ, വ്യാഴം, കേതു എന്നിവർ ഇഷ്ടഭാവത്തിലും ചൊവ്വ, ശനി, രാഹു എന്നിവർ അനിഷ്ടഭാവത്തിലും ശുക്രൻ 27-12-2024 വരെ അനിഷ്ടഭാവത്തിലും അതിനുമേൽ ഇഷ്ടഭാവത്തിലും ബുധൻ 3-1-2025 വരെ അനിഷ്ടഭാവത്തിലും അതിനുമേൽ ഇഷ്ടഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് ധനുമാസം ഗുണദോഷ സമ്മിശ്രമായ മാസമായിരിക്കും. ഇവർക്ക് ഈ മാസം പല പ്രകാരേണ ധനലാഭം സിദ്ധിക്കുന്നതിനും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ജോലി കിട്ടുന്നതിനും ജോലിയുള്ളവർക്ക് അതിൽ സ്ഥാനക്കയറ്റം കിട്ടുന്നതിനും കീർത്തി ഉണ്ടാകുന്നതിനും അഭിമാനകരങ്ങളായ സംഗതികൾ ഉണ്ടാകുന്നതിനും ശത്രുനാശത്തിനും ആരോഗ്യവർദ്ധനവിനും ദുഃഖശമനത്തിനും കളത്രപുത്രാദികളെ കൊണ്ടുള്ള സന്തോഷാനുഭവങ്ങൾക്കും ഇടവരും. മേൽപ്പറഞ്ഞ ശുഭഫലങ്ങൾക്കൊപ്പം ഇവർക്ക് ഈ മാസം സ്വജനങ്ങളുമായി കലഹത്തിനും സഞ്ചാരക്ലേശങ്ങൾക്കും ശത്രുക്കളിൽ നിന്നും കള്ളന്മാരിൽ നിന്നുള്ള ഉപദ്രവങ്ങൾക്കും പാഴ്ചിലവുകൾ വർദ്ധിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ്. കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്നവർ ശാസ്താവ്, ശ്രീകൃഷ്ണൻ, സർപ്പങ്ങൾ എന്നിവരെ പ്രീതിപ്പെടുത്തി ദോഷശാന്തി വരുത്താവുന്നതാണ്. മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഈ സമയം നല്ല നക്ഷത്രദിശാ സമയമോ അപഹാര സമയമോ നടക്കുന്നതെങ്കിൽ ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരികയില്ല. നേരെ മറിച്ച് ഗ്രഹചാര ഫലവും നക്ഷത്രദിശാഫലങ്ങളും ദോഷപ്രദമാണെങ്കിൽ ദോഷഫലങ്ങളുടെ കാഠിന്യം കൂടിയിരിക്കും. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾ ജാതകത്തിൽ യോഗകാരക ഗ്രഹങ്ങളോ സുസ്ഥാനാധിപന്മാരോ ആയി ശുഭദൃഷ്ടിയോടുകൂടി ബലവാന്മാരായിട്ടാണ് നിൽക്കുന്നതെങ്കിലും അഷ്ടവർഗത്തിൽ ഇവർ ഇപ്പോൾ നിൽക്കുന്ന രാശികളിൽ 5-ൽ കൂടുതൽ അക്ഷങ്ങളുണ്ടെങ്കിലും ദോഷഫലങ്ങളിൽ കുറവ് വരികയും നല്ല ഫലങ്ങൾ പൂർണ്ണതോതിൽ അനുഭവത്തിൽ വരികയും ചെയ്യും. ഇന്നത്തെ ചോദ്യം ശനി രാജയോഗത്തിലേക്ക് എന്ന വീഡിയോയ്ക്ക് താഴെ തിരുവനന്തപുരത്തു നിന്നും ഗോകുലാണ് ചോദിച്ചിരിക്കുന്നത്. 5 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെയും കുട്ടികളില്ല എന്നതാണ് ചോദ്യം. ഗോകുലിൻ്റെ സന്താന ലാഭത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സന്താനഭാവാധിപനായ ശുക്രൻ ശരഭയോഗത്തിലാണെങ്കിലും നീചഭംഗ രാജയോഗം ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. സന്താനകാരകനായ വ്യാഴവും അനിഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത്. സന്താനഭാവത്തിലേക്ക് ശനിയുടെയും ഗുളികൻ്റെയും ദൃഷ്ടിയുമുണ്ട്. അതിനാൽ സന്താനലാഭത്തിന് കാലതാമസമെടുക്കുന്ന ജാതകമാണ്. സന്താനസ്ഥാനാധിപനായ ശുക്രൻ നീചഭംഗം ചെയ്യുന്നതുകൊണ്ട് ആദ്യം നീചത്തിൻ്റേതായ ദോഷഫലങ്ങൾ നൽകിയിട്ടേ നല്ല ഫലങ്ങൾ തരികയുള്ളൂ. അതിനാലാണ് കാലതാമസം എടുക്കുന്നത്. സന്താനകാരകനായ വ്യാഴം അനിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും ഭാഗ്യഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ
സന്താനഭാഗ്യം ഉണ്ടാകും. പക്ഷേ കാലതാമസം എടുക്കും. സന്താനപരമായ കാര്യങ്ങൾക്ക് ഭാര്യയുടെയും ജാതകം പരിശോധിച്ചെങ്കിൽ മാത്രമേ ശരിയായ നിഗമനത്തിലെത്താൻ കഴിയൂ. ഭാര്യയുടെ ജാതകം ഇല്ലാത്തതിനാൽ അതിന് സാധ്യമല്ല. സന്താനഭാഗ്യത്തിനായി മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുകയും ഇവരുടെ കീർത്തനങ്ങളും ആദിത്യൻ, വ്യാഴം, ശുക്രൻ ഇവരുടെ കീർത്തനങ്ങളും ഭക്തിയോടെ ജപിക്കുകയും ചെയ്യുക. സന്താനഗോപാലമൂർത്തിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ വ്യാഴാഴ്ച ദിവസം ജാതകൻ്റെയും ഭാര്യയുടെയും പേരിൽ സന്താനഗോപാല മന്ത്രം കൊണ്ട് അർച്ചന നടത്തുകയും ചെയ്യുക. 8/7/2018 മുതൽ 7/7/2034 വരെ വ്യാഴദശയാണ്. അനിഷ്ടഭാവസ്ഥിതി, കേന്ദ്രാധിപത്യ ദോഷം എന്നിവ മൂലം വ്യാഴദശ അത്ര നല്ല സമയമല്ല. മേൽപ്പറഞ്ഞ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം മുതലായവ വ്യാഴദശയിലെ ദോഷങ്ങൾക്കും പരിഹാരമാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.